السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തകൂനു ഇമ്മഅ തഖൂലൂന ഇൻ അഹ്സന അന്നാസു അഹ്സന്ന وإن ظلموا ظلمنا ولكن وطنوا أنفسكم إن أحسن الناس أن تحسنوا وإن أساءوا فلا تظلموا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തകൂനു ഇമ്മഅ, നിങ്ങളൊരിക്കലും ഇമ്മഅ ആകരുത്. ഇമ്മഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടക്കൂടികൾ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഖൂലൂന, നിങ്ങൾ പറയുന്ന രൂപത്തിൽ, ഇൻ അഹ്സന അന്നാസു അഹ്സന്ന വഇൻ ളലമു ലലംന, ജനങ്ങളൊക്കെ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളും അവരുടെ കൂടെ നന്മകൾ ചെയ്യാൻ റെഡിയാണ്. ജനങ്ങളെല്ലാം ദുൽമിലാണെങ്കിൽ, അതായത് അക്രമത്തിലും മറ്റു വൃത്തികേടുകളിലും ആണെങ്കിൽ ഞങ്ങളും അവരുടെ കൂടെ വൃത്തികേടുകളും ആഭാസത്തരങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടക്കൂടികളാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ പുതുതായി ഉണ്ടായ ഒരു പുതിയ കാര്യമാണ്, അവർക്ക് സ്കൂൾ വിടുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് അവർക്കൊരു പ്രത്യേക ബെല്ലും കാര്യങ്ങളൊക്കെ ആക്കി അവർക്ക് ഒരു പ്രത്യേക കായിക പരിശീലനം, ഒരു ഡാൻസും പാട്ടുമൊക്കെ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക കായിക പരിശീലനം. പലപ്പോഴും നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥിനികൾ പോലും അതിലേക്ക്, അല്ലെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥിനികളും പോലും എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. നേരെ മറിച്ച് അതൊക്കെ ന്യായീകരിച്ചുകൊണ്ടും അതൊക്കെ വേണ്ട തന്നെയല്ല, അതൊന്നും കുഴപ്പമില്ലല്ലോ എന്ന രൂപത്തിലാക്കിക്കൊണ്ട് മക്കളെ അതിലേക്ക് വിടുന്ന മാതാപിതാക്കളും അതോടൊപ്പം തന്നെ അതിനു വേണ്ടി തുള്ളുന്ന, അത് പ്രശ്നമല്ല എന്ന് പറയുന്ന വിദ്യാർത്ഥികളും ഉണ്ടായിത്തീർന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടുന്ന ഒരു കാര്യമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ലാ തകൂനു ഇമ്മഅ, നാട്ടുകാരെന്താണോ ചെയ്യുന്നത് അതനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന കൂടക്കൂടികളായി നിങ്ങൾ മാറരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിൻ വത്തിനു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ പരിശീലിപ്പിച്ചെടുക്കണം. ഇൻ അഹ്സന അന്നാസു അൻ തുഹ്സിനു, ജനങ്ങൾ നന്മ ചെയ്താൽ അവരോടൊപ്പം നന്മ ചെയ്യാനും, അതുപോലെ തന്നെ വഇൻ അസാഉ, അവർ തിന്മയിലാണെങ്കിൽ ഫലാ തദ്ലിമു, നിങ്ങൾ അക്രമം ചെയ്യാതെ നിങ്ങൾ അവരെ പിൻപറ്റാതിരിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ഒരു മുസ്ലിം എന്ന നിലക്ക് എല്ലാ മേഖലയിലും എങ്ങനെ ജീവിക്കണം, എന്ത് നിലപാടെടുക്കണം, എന്താണ് നമ്മുടെ ആദർശം എന്നുള്ളത് കൃത്യമായി അള്ളാഹു അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ആരുടെ മുമ്പിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പണയം വെക്കാൻ പാടില്ല. എന്ത് ഭൗതിക ചിന്തകളാണെങ്കിലും എന്ത് ഭൗതികവാദികളാണെങ്കിലും അവിടെ ഒന്നും നമ്മുടെ ദീൻ പണയം വെച്ചുകൊണ്ട് ഒരു ഭൗതികവാദം സ്വീകരിക്കുന്ന ഒരു രൂപം എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ചിട്ട് അവൻ എപ്പോഴും ഉയർത്തി കാണിക്കേണ്ടത് തൻ്റെ ആദർശമാണ്. അപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ് ഇഖ്തിലാത്ത്, ആണും പെണ്ണും കൂടിക്കലരുക എന്നുള്ളതും മ്യൂസിക് എന്നുള്ളതും. ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുവദനീയമായ കാര്യമല്ല. പക്ഷേ ഇന്ന് കാലഘട്ടത്തിൽ ഇഖ്തിലാത്തില്ലാത്ത അല്ലെങ്കിൽ മ്യൂസിക് ഇല്ലാത്ത ഒരു പ്രദേശം നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് വെച്ചാൽ ഇല്ല എന്നാണ്. അത്ര രൂപത്തിൽ ഇഖ്തിലാത്തും അതുപോലെ തന്നെ ഈ മ്യൂസിക്കും മറ്റു കാര്യങ്ങളും തിന്മകളും എല്ലാം വ്യാപകമാകുമ്പോൾ ഇനിയിപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്ത് അവരുടെ കൂടെ കൂടുന്ന കൂടക്കൂടികളായി നമ്മൾ ഒരിക്കലും മാറരുത്. മറിച്ച് നമുക്കവിടെയൊക്കെ ഒരു നിലപാടും അതുപോലെ തന്നെ ചില തീരുമാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.